അപ്പോൾ രണ്ടാമത്തെ മൊഡ്യൂളിൻ്റെ പേര് ഫിസിക്കൽ ലെയർ എന്നാണ്. നമ്മൾ 7 ലെയറുകൾ ഉണ്ടാവുമെന്ന് പഠിച്ചു. ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചു ISO OSI മോഡലിന് 7 ലെയറുണ്ട്. അതിൽ ഏറ്റവും താഴെ വരുന്ന ലെയറാണ് ഫിസിക്കൽ ലെയർ എന്ന് പറയുന്നത്. ആക്ച്വൽ ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത്, അതായത് 0ഉം 1ഉമായിട്ടുള്ള ഡാറ്റ അല്ലെങ്കിൽ അനലോഗ് ആയിട്ടുള്ള ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത് ഫിസിക്കൽ ലെയറിലാണ്. നമ്മൾ ആദ്യത്തെ ഒരു 2-3 ലെയറിൻ്റെ, അതായത് ഫിസിക്കൽ ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ മുതലായ ലെയറുകളുടെ വർക്കിംഗ് ഈ സെമിസ്റ്ററിൽ പഠിക്കും. പിന്നീട് അതിന് മേളിലോട്ടുള്ള ഹയർ കുറച്ച് ലെയറുകളുടെ വർക്കിംഗ് നമ്മൾ S6 പഠിക്കും. നിങ്ങൾ S6 വരുമ്പോൾ അവിടെ ഉണ്ടാവും. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞൊരു പേപ്പർ ഉണ്ടാവും, അതിനകത്ത് പഠിക്കും. അപ്പോൾ ഫിസിക്കൽ ലെയറിൻ്റെ കാര്യങ്ങളാണ് ഇപ്പം നമുക്ക് പഠിക്കാൻ പോകുന്നത്. ഫിസിക്കൽ ലെയറിൽ ആക്ച്വലി ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുമെങ്കിൽ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് സിഗ്നൽസ് ആയിട്ടായിരിക്കും. 0 അല്ലെങ്കിൽ 1 ആയിട്ട് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനാണ് സിഗ്നൽ എന്ന് പറയുന്നത്. ആ സിഗ്നലിനകത്ത് ഡാറ്റ ഉണ്ടാവും. ആ സിഗ്നലിൽ നിന്നാണ് ഡാറ്റ റിസീവ് ചെയ്യുന്നത്. നിങ്ങളുടെ വീട്ടിലേക്ക് കേബിൾ കണക്ഷൻ വരുന്നുണ്ടാവും. കേബിൾ കണക്ഷനിൽ കൂടെ സിഗ്നൽ ലൈൻസ് വരുന്നുണ്ടാവും. ആ സിഗ്നൽ ലൈൻ നിങ്ങളുടെ വീട്ടിലെത്തുമ്പോൾ അതിനെ ഒരു സെറ്റപ്പ് ബോക്സ് വെച്ചിട്ട് അതിനെ ഡാറ്റയാക്കി മാറ്റിയിട്ട്, അതായത് റിസീവ് ചെയ്യുന്ന സിഗ്നലിനെ ഡാറ്റയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എന്നിട്ട് TV-യിൽ അതിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. സെറ്റപ്പ് ബോക്സ് എന്ന് കണ്ടിട്ടില്ലേ? സെറ്റപ്പ് ബോക്സ് അത് ചെയ്യുന്ന പരിപാടി ഇതാണ്. കേബിളിൽ കൂടെ വരുന്ന സിഗ്നലിനെ ഇതിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഡാറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യും. അതായത് ആ സിഗ്നൽ കൊണ്ട് എന്താണോ ഡാറ്റയാണോ ഉദ്ദേശിക്കുന്നത്, മോഹൻലാലിൻ്റെ പടമാണോ മമ്മൂട്ടിയുടെ പടമാണോ അല്ലെങ്കിൽ ടൊവിനോ തോമസിൻ്റെ പടമാണെങ്കിൽ ആ പടം ആക്കിയിട്ട് അതിനെ കമ്പ്യൂട്ടറിൽ ഡിസ്പ്ലേ ചെയ്യും. അവരുടെ സൗണ്ട് ആക്കും. അങ്ങനെ ഒക്കെ ഉള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരും ഏഷ്യാനെറ്റും മഴവിൽ മനോരമയൊക്കെ ഓരോ ഫ്രീക്വൻസിയിലായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ അവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നലിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടേമാണ്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ വരും. കമ്മ്യൂണിക്കേഷൻ അറ്റ് ഫിസിക്കൽ ലെവൽസ് മീൻസ് എക്സ്ചേഞ്ച് ഓഫ് സിഗ്നൽ. ആ സിഗ്നലിനെ എക്സ്ചേഞ്ച് ചെയ്യുന്ന 2 ഡിവൈസ് തമ്മിൽ സിഗ്നലിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനാണ് കമ്മ്യൂണിക്കേഷനാണ് ഫിസിക്കൽ ലെയറിൽ വരുന്നത്. ഡാറ്റ നീഡ് ടു ബി ട്രാൻസ്മിറ്റഡ് ആൻഡ് റിസീവ്, ബട്ട് ദ മീഡിയ ഹാവ് ടു ചേഞ്ച് ഡാറ്റ ടു സിഗ്നൽസ്. ഓരോ സ്ഥലത്തും ഞാനിവിടെ നിന്ന് പറയുന്നത് ഡാറ്റയാണ്. അതിനെ ഒരു മീഡിയത്തിൽ കൂടെ അങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു നെറ്റ്വർക്ക്, ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഒരു മീഡിയത്തിൽ കൂടെ അങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഇൻ്റർനെറ്റിൽ കൂടെ അങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ഒരു സിഗ്നൽ ഫോമിലാക്കും, കൺവേർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എത്തുമ്പോൾ അതിനെ തിരിച്ച് വീണ്ടും ഡാറ്റയാക്കിയിട്ട് ചെയ്യും. അപ്പം ഡാറ്റയെ സിഗ്നൽ ആക്കിയിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ബോത്ത് ഡാറ്റ ആൻഡ് സിഗ്നൽ ദാറ്റ് റെപ്രസെൻറ്റ്സ് ദം ക്യാൻ ബി ഐദർ അനലോഗ് ഓർ ഡിജിറ്റൽ. ഡാറ്റയും അനലോഗ് ആവാം, സിഗ്നലും അനലോഗ് ആവാം. ഡാറ്റ അനലോഗ് ആവാം, സിഗ്നലും അനലോഗ് ആവാം. എന്താണ് അനലോഗ്, എന്താണ് ഡിജിറ്റൽ എന്നുള്ളത് നമ്മൾ പഠിക്കാൻ പോവാം. അനലോഗ് എന്ന് പറഞ്ഞാൽ ദ ടേം അനലോഗ് ഡാറ്റ. അപ്പോൾ അനലോഗ് രണ്ടിനും വരാമെന്ന് പറഞ്ഞു. ഡാറ്റ എന്ന് പറയുന്നത് അനലോഗ് ആകാം, ഡിജിറ്റൽ ആവാം. സിഗ്നൽ എന്ന് പറയുന്നതും അനലോഗ് ആകാം, ഡിജിറ്റലും ആകാം. അപ്പോൾ അനലോഗ് ഡാറ്റയും ഡിജിറ്റൽ ഡാറ്റയും എന്താണെന്നാണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. ദ ടേം അനലോഗ് ഡാറ്റ റെഫേഴ്സ് ടു ഇൻഫർമേഷൻ ദാറ്റ് ഈസ് കണ്ടിന്യൂസ്. അനലോഗ് ഡാറ്റ എന്ന് പറഞ്ഞാൽ സാധാരണ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. അതായത് ഒരു വാല്യൂ കഴിഞ്ഞിട്ട് അടുത്തൊരു ഡിസ്ക്രീറ്റ് വാല്യൂ, അങ്ങനെയല്ല പോകുന്നത്. സാധാരണ അനലോഗ് ക്ലോക്കിൽ കാണുന്ന പോലെയാണ്. അതായത് ക്ലോക്കിൻ്റെ സൂചി നമ്മൾ നോക്കിയാലും നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ സമയം 12:36. കുറച്ച് കഴിയുമ്പോഴത്തേക്കും സൂചി പതുക്കെ മാറി 37ലേക്ക് എത്തുന്ന കാണാം. എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ് അല്ലേ അനലോഗ് ക്ലോക്ക്. അതായത് സൂചിയൊക്കെ ഉള്ള ക്ലോക്കിൻ്റെ കാര്യമാണ് പറയുന്നത്. അതല്ലാതെ ഡിജിറ്റൽ ക്ലോക്ക് ആണെങ്കിൽ 12:36 എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. കുറച്ച് കഴിയുമ്പോൾ 60 സെക്കൻഡ് കഴിയുമ്പോൾ 12:37 ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇതിനിടയ്ക്കുള്ള വാല്യൂവിൽ മാറുന്നത് നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതിനാണ് അനലോഗ് ഡാറ്റയും ഡിജിറ്റൽ ഡാറ്റയും തമ്മിലുള്ള വ്യത്യാസം. ദ ടേം അനലോഗ് ഡാറ്റ റെഫേഴ്സ് ടു ഇൻഫർമേഷൻ ദാറ്റ് ഈസ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. അതായത് നമ്മുടെ ക്ലോക്കിൻ്റെ സൂചി 36-ൽ നിന്ന് 37ലേക്ക് മാറുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ്. 36-ൽ 60 സെക്കൻഡ് നിന്നിട്ട് ഓക്കെ എന്നാൽ 37ലേക്ക് പോയേക്കാന്നും പറഞ്ഞ് ചാടി 37ലേക്ക് പോവുകയല്ല ചെയ്യുന്നത്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് പതുക്കെ മൂവ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ആ മൂവ്മെൻറ്റ് നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് കണ്ടാൽ നമുക്ക് മൂവ് ചെയ്യുന്നുണ്ടെന്ന് തോന്നത്തില്ല. അതേസമയം ഡിജിറ്റൽ ക്ലോക്ക് ആണെങ്കിൽ, നിങ്ങളുടെ കയ്യിലുള്ള വാച്ചൊക്കെ ഡിജിറ്റൽ വാച്ചാണെങ്കിൽ അതിനകത്ത് എന്തായിരിക്കും 12:36 ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ 12:37 ഡിസ്പ്ലേ ചെയ്യും. അപ്പം 36-ൽ നിന്ന് 37ലേക്കുള്ള ഡാറ്റ കണ്ടിന്യൂസ് ആയിട്ടല്ല, ഡിസ്ക്രീറ്റ് സ്റ്റേറ്റ്സിലാണ്. ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഡിഫറെൻറ്റ് 2 ലെവലുകൾ. അതായത് ഇപ്പം 36 ഇച്ചിരി കഴിയുമ്പോൾ 37, അല്ലെങ്കിൽ ഇപ്പം 37 കുറച്ച് കഴിയുമ്പോൾ 38. അതിനാണ് ഡിസ്ക്രീറ്റ് എന്ന് പറയുന്നത്. രണ്ടും തമ്മിൽ ക്ലിയർ ആയിട്ട് നമുക്ക് ഡിഫറൻസ് അറിയാം. അപ്പോൾ ഡിജിറ്റൽ ഡാറ്റ റെഫേഴ്സ് ടു ഇൻഫർമേഷൻ ദാറ്റ് ഹാസ് ഡിസ്ക്രീറ്റ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്.
അപ്പോൾ അനലോഗ് ക്ലോക്ക് അതുപോലെ തന്നെ എക്സാമ്പിളാണ് സൗണ്ട് മെയ്ഡ് ബൈ ഹ്യൂമൻ വോയിസ്. സാധാരണഗതിയിൽ മനുഷ്യർ സംസാരിക്കുമ്പോൾ ഉള്ള വോയിസ് എന്ന് പറയുന്നത് അനലോഗാണ്, കണ്ടിന്യൂസ് ആയിരിക്കും. നല്ല യേശുദാസൊക്കെ പാട്ട് പാടുന്ന പോലെ പാട്ട് പാടിക്കഴിഞ്ഞാൽ നല്ല കണ്ടിന്യൂസ് ആയിട്ട് പാട്ട് കേൾക്കാൻ പറ്റും. ഞാൻ ക്ലാസ് എടുക്കുന്ന പോലെയാണെങ്കിൽ ചിലപ്പോൾ അത് കണ്ടിന്യൂസ് ആയിരിക്കുകയില്ല, ഡിസ്ക്രീറ്റ് ആണെന്ന് പറയാൻ പറ്റും കേട്ടോ. എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ സൗണ്ടുകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ടാണെന്നാണ് പറയപ്പെടുന്നത്. ഡിസ്ക്രീറ്റ് ഡാറ്റയ്ക്ക് എക്സാമ്പിളാണ് നമ്മുടെ ഡിജിറ്റൽ ക്ലോക്ക്. അതുപോലെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്തേക്കുന്ന ഡാറ്റ എല്ലാം ഡിജിറ്റലാണ്. കമ്പ്യൂട്ടറിൽ ഡാറ്റ 0ഉം 1ഉമായിട്ട് മാത്രമേ സ്റ്റോർ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതെല്ലാം ഡിജിറ്റൽ ഡാറ്റയാണ്. ക്ലിയർ ആണോ? ഇനി അപ്പോൾ ഡാറ്റ എന്ന് പറയുന്നത് ഡിജിറ്റലും ആവാം അനലോഗും ആകാം, രണ്ടും എന്താണെന്ന് പഠിച്ചു. അപ്പോൾ ഈ ഡാറ്റേനെ സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ്, സിഗ്നലാണ് ഫിസിക്കൽ മീഡിയത്തിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ആ സിഗ്നലും ഈ പറഞ്ഞ പോലെ അനലോഗും ഡിജിറ്റലും ആകാം. അനലോഗ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെയായിരിക്കും, കണ്ടിന്യൂസ് വാല്യൂസ് ആയിട്ടായിരിക്കും ഉള്ളത്. അതേസമയം ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറഞ്ഞാൽ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഡിജിറ്റൽ ഡാറ്റ എന്ന് കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ. ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറഞ്ഞാൽ വാല്യൂ പോകുന്ന ഇങ്ങനെ ആയിരിക്കും, ഒരു കുറച്ച് സമയത്തേക്ക് ഒരേ വാല്യൂ ആയിരിക്കും. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ വേറൊരു വാല്യൂയിലേക്ക് ചേഞ്ച് ചെയ്യും. അത് കഴിഞ്ഞ് വീണ്ടും പെട്ടെന്ന് തന്നെ വേറൊരു വാല്യൂയിലേക്ക് ചേഞ്ച് ചെയ്യും. ഇങ്ങനെ ഡിസ്ക്രീറ്റ് ലെവൽസ് ആയിരിക്കും. ഇങ്ങനെ പോകുന്ന പോലെ ഒരു കണ്ടിന്യൂസ് സിഗ്നൽ ആയിട്ടായിരിക്കില്ല പോകുന്നത്. ഇതാണ് ഡിജിറ്റൽ സിഗ്നൽ. ഡാറ്റയിലും പറഞ്ഞാൽ അത് തന്നെയാണ്. ഡാറ്റയിൽ അനലോഗാന്ന് പറഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആണ്, ഡിജിറ്റൽ ആണെന്ന് പറഞ്ഞാൽ അത് ഡിസ്ക്രീറ്റ് ലെവൽസ് ആണ്. ഡിസ്ക്രീറ്റ് ലെവൽസ് ഈ ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് മാറും. അപ്പോൾ അനലോഗ് സിഗ്നൽ ഹാസ് ഇൻഫിനിറ്റ്ലി മെനി ലെവൽസ് ഓഫ് ഇൻറ്റൻസിറ്റി ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഓവർ എ പീരീഡ് ഓഫ് ടൈം, കുറച്ച് സമയത്തിനുള്ളിൽ, കുറച്ച് സമയം, അതായത് ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള സമയം എടുത്തു കഴിഞ്ഞാൽ ഇൻഫിനിറ്റ്ലി മെനി, അതായത് ഈ ഓരോ സ്പോട്ടിലും ഓരോ വാല്യൂ ഉണ്ടാവും അല്ലേ? അപ്പോൾ അങ്ങനെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ലെവൽസ് ഉണ്ടാവും അനലോഗ് സിഗ്നലിൽ. അതേസമയം ഡിജിറ്റൽ സിഗ്നൽ ഓൺ ദ അതർ ക്യാൻ ഹാവ് ഓൺലി ലിമിറ്റഡ് നമ്പർ ഓഫ് ഡിഫൈൻസ് ലെവൽ. ഇപ്പോൾ ഇവിടെ ഒരു ലെവലാണ്, ഇത് അടുത്ത ലെവലാണ്. ഇതിനിടയ്ക്ക് ചിലപ്പോൾ ഒരു ലെവൽ പോസിബിൾ ആയിരിക്കുകയില്ല. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ താഴെ ഇവിടെ ഒരു ലെവലാണ്, അടുത്ത ലെവൽ എന്ന് പറയുന്നത് ഒരു സർട്ടൺ ഗ്യാപ്പ് കഴിഞ്ഞിട്ടായിരിക്കും. ഇതിനിടയ്ക്കുള്ള ലെവലിൽ വാല്യൂസ് ഒരിക്കലും വരത്തില്ല. അതാണ് ഡിജിറ്റൽ സിഗ്നലിൻ്റെ ഒരു പ്രത്യേകത. അതായത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ 36-ൽ നിന്ന് 37-ലേക്ക് ഡയറക്റ്റ് ഒരു പോക്കായിരിക്കും. 36-ൽ നിന്ന് 36.1.2 അങ്ങനെ വാല്യൂ പോകത്തില്ല, ഡിസ്ക്രീറ്റ് ലെവലിലേ പോകത്തുള്ളൂ. പക്ഷേ ഈ കേസിൽ നമ്മൾ നോക്കിയാൽ ഓരോ സമയത്ത് നോക്കിയാലും ഇപ്പം 36-ൽ നിന്ന് 37-ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അതൊരു കണ്ടിന്യൂസ് മൂവ്മെൻ്റ് ആയിരിക്കും. അതിനിടയ്ക്ക് നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ് 36-ൽ നിന്ന് 37-ലേക്ക് പോവുകയാണെങ്കിൽ 36.11111112 1113 അങ്ങനെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ലെവൽസ് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ ആണോ? അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു ഡൗട്ട് തോന്നും. ഇവിടെ വരെ ഒരു വാല്യൂ വന്നിട്ടുണ്ട്, അത് കഴിഞ്ഞ് നേരെ താഴോട്ടൊരു വര വരച്ചിട്ടുണ്ട്, പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, പിന്നെ നേരെ മുകളിലേക്കൊരു വരയുണ്ട്. ഈ നേരെ മുകളിലേക്കുള്ള വര കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഓക്കെ, അപ്പോൾ ഈ ലെവലിലൊക്കെ വാല്യൂസ് പോസിബിൾ അല്ലേ എന്ന് തോന്നും. ഈ ലെവലിലൊന്നും വാല്യൂസ് പോസിബിൾ അല്ല. ഇവിടെ ഇപ്പോൾ ഒരു വോൾട്ടേജ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സിഗ്നൽ ഉണ്ടാവും. അത് കഴിഞ്ഞ് സിഗ്നൽ പെട്ടെന്ന് തന്നെ ഈ ലെഫ്റ്റിലേക്കുള്ള റൈറ്റിലേക്കുള്ള ആക്സിസിൽ ടൈമാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്, സമയമാണ്. അതായത് ഈ വോൾട്ടേജ് ലെവലിൽ നിന്ന് ഈ വോൾട്ടേജ് ലെവലിലേക്ക് എത്താനായിട്ട് ടൈം വ്യത്യാസമൊന്നുമില്ല. ഒരു പർട്ടിക്കുലർ ടൈമിൽ നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്യുന്ന പോലെ തന്നെ ആ സ്വിച്ച് ഓഫ് ചെയ്യുന്ന ആ ഇൻസ്റ്റൻറ്റിൽ തന്നെ അത് 0-യിലേക്ക് പോയി, അല്ലെങ്കിൽ ആ ഹയർ വാല്യൂവിൽ നിന്ന് 0-യിലേക്ക് പോയി. അപ്പോൾ അത് തമ്മിൽ കണക്ട് ചെയ്തൊരു വര വരച്ചേക്കുന്നതേ ഉള്ളൂ. ഇത് ആക്ച്വലി ഇവിടെ അങ്ങനത്തെ വാല്യൂസ് ഇല്ല. ദ വെർട്ടിക്കൽ ലൈൻ ഓഫ് ദ ഡിജിറ്റൽ സിഗ്നൽ ഡെമോൺസ്ട്രേറ്റ് ദ സഡൻ ജംപ് ദാറ്റ് ദ സിഗ്നൽ മേക്സ് ഫ്രം എ വാല്യൂ ടു വാല്യൂ. ഒരു വാല്യൂവിൽ നിന്ന് മറ്റൊരു വാല്യൂവിലേക്ക് ജമ്പ് ചെയ്യുന്ന ആ സഡൻ മൂവ്മെൻറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് വെർട്ടിക്കൽ ലൈൻ വരച്ചെന്നേ ഉള്ളൂ. അല്ലാതെ ഇതും കണ്ടിന്യൂസ് ആണല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇവിടെ ഈ പറഞ്ഞ കണ്ടില്ലേ, കണ്ടിന്യൂസ് ആണ്, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു. അതുപോലെ ഇവിടെ വരുമ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് ലൈൻ ആണല്ലോ എന്ന് വിചാരിക്കരുത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടെ വരെ വരച്ച് നിർത്തിയിട്ട് പിന്നെ ഇവിടെ നിന്ന് ഇവിടെ വരെ വരയ്ക്കണം. അങ്ങനെ വരയ്ക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരച്ചേക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് കണ്ടിന്യൂസ് വാല്യൂസ് അല്ല. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇനി പീരിയോഡിക് സിഗ്നലും നോൺ പീരിയോഡിക് സിഗ്നലും ഉണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചത് ഫിസിക്കൽ ലെയറിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് സിഗ്നൽസ് ആയിട്ടാണ്. ഡാറ്റയും അനലോഗ് ആകാം, ഡിജിറ്റൽ ആകാം. അതുപോലെ തന്നെ സിഗ്നലും അനലോഗും ആകാം, ഡിജിറ്റലും ആകാം. ഇനി നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നത് സിഗ്നലിനെ പറ്റിയാണ്. സിഗ്നലിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കാരണം ഫിസിക്കൽ ലെയറിലാണ് പഠിക്കുന്നത്. ഫിസിക്കൽ ലെയറിൽ സിഗ്നൽസ് ആണ് ഉപയോഗിക്കുന്നത്.
ഇനി പീരിയോഡിക്കും നോൺ പീരിയോഡിക്കും. പീരിയോഡിക്കാന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് ഒരു ക്ലാസ്സിൽ ഓരോ പീരിയഡ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പീരീഡ് കഴിയുമ്പോഴത്തേക്ക് അടുത്ത ടീച്ചർ വരും, അത് കഴിയുമ്പോൾ അടുത്ത ടീച്ചർ വരും, അങ്ങനെ കറക്റ്റായിട്ട് വന്നു പോയിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ തന്നെയാണ് പീരിയോഡിക് സിഗ്നൽ എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞാൽ ആ സിഗ്നൽ വീണ്ടും അതേപടി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ബോത്ത് അനലോഗ് ആൻഡ് ഡിജിറ്റൽ സിഗ്നൽസ് ക്യാൻ ടേക്ക് വൺ ഓഫ് ദ ടു ഫോംസ്, പീരിയോഡിക് അല്ലെങ്കിൽ നോൺ പീരിയോഡിക് ആകാം. നോൺ പീരിയോഡിക്കിന് എ പീരിയോഡിക് എന്നും പറയും. രണ്ടും ഒന്ന് തന്നെയാണ്. നോൺ പീരിയോഡിക് സിഗ്നൽ അല്ലെങ്കിൽ എ പീരിയോഡിക് സിഗ്നൽ എന്ന് പറയും. അത് രണ്ടും ഒന്ന് തന്നെയാണ്. പീരിയോഡിക് സിഗ്നലിന് ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അത് ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു പാറ്റേൺ ആയിരിക്കും, അത് കഴിഞ്ഞാൽ വീണ്ടും ആ പാറ്റേൺ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ ടൈം ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ ഒരു ടൈം ടേബിളാണ്, അടുത്ത ആഴ്ച വീണ്ടും എടുത്ത് നോക്കിയാൽ വീണ്ടും ആ പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ വീണ്ടും അതേ ടൈം ടേബിൾ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ, അപ്പം അതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്, നമുക്ക് ടൈം ടേബിളിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഒരാഴ്ചയെന്ന് നമുക്ക് പറയാം. കാരണം ഒരാഴ്ച കഴിയുമ്പോൾ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ സിഗ്നലിൻ്റെ ഒരു ടൈം പീരീഡ് 1 സെക്കൻഡാന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ് സിഗ്നൽ ഒരു പർട്ടിക്കുലർ രീതിയിലായിരിക്കും പോയേക്കുന്നത്. അതേ രീതിയിൽ തന്നെ ആയിരിക്കും ആ 1 സെക്കൻഡ് കഴിഞ്ഞ് വീണ്ടും പോകുന്നത്. അപ്പോൾ സിഗ്നൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. എ പീരിയോഡിക് സിഗ്നൽ കംപ്ലീറ്റ്സ് എ പാറ്റേൺ വിത്തിൻ എ മെഷറബിൾ ടൈം ഫ്രെയിം. ഒരു മെഷറബിൾ ടൈം ഫ്രെയിമിനുള്ളിൽ ഒരു പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യും, കോൾഡ് പീരിയഡ്. ആ ടൈം പീരീഡിന് പറയുന്ന പേരാണ് പീരിയഡ് എന്ന് പറയുന്നത്. അത് 1 സെക്കൻഡ് ആവാം, 2 സെക്കൻഡ് ആവാം. ഇപ്പോൾ ടൈം ടേബിളിൻ്റെ കേസ് പറഞ്ഞപ്പോൾ 1 വീക്കായി, അങ്ങനെ എത്ര വേണമെങ്കിലും ആവാം. ആൻഡ് റിപ്പീറ്റ്സ് എ പാറ്റേൺ ഓവർ സബ്സിക്വൻറ്റ് ഐഡൻറ്റിക്കൽ പീരിയഡ്സ്. അതുപോലെയുള്ള വീണ്ടും ഉള്ള ഐഡൻറ്റിക്കൽ പീരിയഡ്സ്. അതായത് ഒരു പീരീഡ് 1 മിനിറ്റ് ആണെങ്കിൽ ആ 1 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ആ സിഗ്നൽ അതേപടി തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിൻ്റെ ഏറ്റവും ക്ലാസിക് എക്സാമ്പിൾ എന്ന് പറയുന്നത് നിങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള സൈൻ വേവ് ആണ്. സൈൻ വേവ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു വേവ് ഇങ്ങനെ വന്ന് അപ്പർ വാല്യൂവിലേക്ക് പോയിട്ട് ലോവർ വാല്യൂവിലേക്ക് വന്നിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതാണ് പീരിയോഡിക് സിഗ്നൽ എന്ന് പറയുന്നത്. ആൻഡ് റിപ്പീറ്റ്സ് എ പാറ്റേൺ ഓർ സബ്സിക്വൻറ്റ് ഐഡൻറ്റിക്കൽ പീരിയഡ്സ്. അപ്പോൾ ആ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്തിന് എത്ര സമയം കഴിയുമ്പോഴാണോ റിപ്പീറ്റ് ചെയ്യുന്നത് അതിന് പീരിയഡ് എന്ന് പറയും. ദ കംപ്ലീഷൻ ഓഫ് വൺ ഫുൾ പാറ്റേൺ ഈസ് കോൾഡ് എ സൈക്കിൾ. ഒരു കംപ്ലീറ്റ് പീരീഡ് കഴിയുമ്പം ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറയും. അതായത് 1 സെക്കൻഡ് ആണെങ്കിൽ ഈ സൈൻ വേവ് ഒരു അപ്പർ വാല്യൂവിലൂടെ പോയി 0 എത്തി, വീണ്ടും ലോവർ വാല്യൂവിലൂടെ പോയി വീണ്ടും 0 എത്തി. അത്രയും സമയം ഉണ്ട്, അതിനൊരു സൈക്കിൾ എന്ന് പറയും. ആ സൈക്കിൾ ആയിരിക്കും അടുത്ത പീരീഡിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. ഇനി നോൺ പീരിയോഡിക് അല്ലെ എ പീരിയോഡിക് സിഗ്നൽ എന്ന് പറയും. അതാണ് അടുത്തത്. അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇങ്ങനെ നമുക്കൊരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതായത് ഇന്ന സമയം കഴിഞ്ഞാൽ ആ സിഗ്നൽ റിപ്പീറ്റ് ചെയ്യുകയാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റുന്നില്ല എങ്കിൽ അത് എ പീരിയോഡിക് സിഗ്നലാണ്. അതായത് പീരിയോഡിക് അല്ലാത്തത് എല്ലാം നോൺ പീരിയോഡിക് ആണ്. നോൺ പീരിയോഡിക് സിഗ്നൽ ചേഞ്ചസ് വിത്തൗട്ട് എക്സിബിറ്റിംഗ് എ പാറ്റേൺ ഓർ സൈക്കിൾ ദാറ്റ് റിപ്പീറ്റ്സ് ഓവർ എ ടൈം. ഒരു സൈക്കിൾ ഇപ്പോൾ ഒരു 100 മണിക്കൂർ എടുത്താൽ 100 മണിക്കൂർ കഴിയുമ്പോൾ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം എന്ന് പോലും നമുക്ക് പറയാൻ പറ്റുന്നില്ല എങ്കിൽ അത് നോൺ പീരിയോഡിക് സിഗ്നലാണ്. ഇഫ് ഡാറ്റ കമ്മ്യൂണിക്കേറ്റ്സ് വി കോമൺലി യൂസ് ഇൻ ഡാറ്റ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് പീരിയോഡിക് അനലോഗ് സിഗ്നലാണ്. പീരിയോഡിക് അനലോഗ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ സിഗ്നൽ റിപ്പീറ്റ് ചെയ്യും. അനലോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടിന്യൂസ് ആണ്. രണ്ട് വാല്യൂം കൃത്യമായിട്ട് മനസ്സിലാക്കണം. പീരിയോഡിക് അനലോഗ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ, പീരിയോഡിക് എന്ന് പറഞ്ഞാൽ സിഗ്നൽ ഒരു പാറ്റേൺ ആയിരിക്കും, ആ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യും എന്നാണ്. ഒരു പർട്ടിക്കുലർ ടൈം, അതിൻ്റെ ടൈം പീരീഡ് 1 മണിക്കൂറാണെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോൾ ആ സിഗ്നൽ വീണ്ടും ആദ്യം തൊട്ട് തുടങ്ങുന്ന പോലെ വീണ്ടും തുടങ്ങും. അനലോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കണ്ടിന്യൂസ് ആയിരിക്കും, കണ്ടിന്യൂസ് സിഗ്നൽ ആയിരിക്കും. അതായത് സൈൻ വേവ് ഒക്കെ പോലെ കണ്ടിന്യൂസ് സിഗ്നലാണ്. സൈൻ വേവ് പീരിയോഡിക് അനലോഗ് സിഗ്നലിന് ഏറ്റവും ക്ലാസിക് എക്സാമ്പിളാണ്. കാരണം സൈൻ വേവ് നിങ്ങൾക്കറിയാം, സൈൻ വേവ് റിപ്പീറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. സൈൻ വേവ് ഇതാണ് സൈൻ വേവ്. സൈൻ വേവ് ഇവിടെ നിന്ന് ഇങ്ങനെ പാറ്റേൺ വന്ന് ഇവിടെ വരെ എൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു സൈക്കിൾ എന്ന് പറയും. വീണ്ടും ആ പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. ഇത് കണ്ടില്ലേ? ഇവിടുന്ന് ഇവിടെ വരെ ഒരു പാറ്റേൺ ആണ്. അപ്പോൾ അതിനൊരു സൈക്കിൾ എന്ന് പറയും. അത്രയും വേവ് ഇവിടെ വരെ എത്താൻ എത്ര സമയം എടുക്കുന്നോ അതിന് ഒരു പീരീഡ് എന്ന് പറയും. ആ ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള ആ വേവ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ഒരു സൈക്കിൾ എന്നും പറയും. ഇനി അങ്ങനെ ഒരു പാറ്റേൺ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അതിന് നോൺ പീരിയോഡിക് സിഗ്നൽ എന്ന് പറയും. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ പഠിക്കുന്നത് ഇത് കണ്ടില്ലേ, ഇത് അനലോഗ് സിഗ്നലാണ്. കാരണം കണ്ടിന്യൂസ് ആയിട്ടാണ് ഡാറ്റ പോകുന്നത്. അപ്പോൾ സാധാരണ കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്യുന്നത് പീരിയോഡിക് അനലോഗ് സിഗ്നലും നോൺ പീരിയോഡിക് ഡിജിറ്റൽ സിഗ്നലും ആയിരിക്കും സാധാരണ യൂസ് ചെയ്യുന്നത്. ഇത് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ല, പക്ഷേ സാധാരണ അങ്ങനെയാണ്. അനലോഗ് സിഗ്നൽസ് എപ്പോഴും പീരിയോഡിക് ആയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. ഡിജിറ്റൽ സിഗ്നൽ 1ഉം 0യുടെയും പാറ്റേൺ, 1ഉം 0യും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അതേപോലെ തന്നെ വരണം നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് നോൺ പീരിയോഡിക് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് കിട്ടിയോ?
ഓക്കെ. അപ്പോൾ പീരിയോഡിക് അനലോഗ് സിഗ്നലും നോൺ പീരിയോഡിക് ഡിജിറ്റൽ സിഗ്നലും ഉണ്ട്. അതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് പീരിയോഡിക് അനലോഗ് സിഗ്നലാണ്. പീരിയോഡിക് അനലോഗ് സിഗ്നൽ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ആ സിമ്പിൾ ആൻഡ് കോമ്പോസിറ്റ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് സൈൻ വേവ് പോലെ നമുക്ക് സിമ്പിളായിട്ടൊരു എക്സ്പ്രഷൻ കൊണ്ട് റിപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, അല്ലെ അതിനെ വീണ്ടും നമുക്ക് പലതായിട്ട് തരംതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വരുന്ന കേസിൽ സിമ്പിൾ പീരിയോഡിക് സിഗ്നൽ എന്ന് പറയും. പക്ഷേ കോമ്പോസിറ്റ് പീരിയോഡിക് സിഗ്നൽ എന്ന് പറയുന്നത് ഇസ് എ കമ്പിനേഷൻ, അതായത് പല സൈൻ വേവുകളെ ഒന്നിച്ച് കൂട്ടി വെച്ചേക്കാണ്. അപ്പോൾ അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് പല സൈൻ വേവ് ആകാം. ഈ കോമ്പോസിറ്റ് പീരിയോഡിക് അനലോഗ് സിഗ്നലാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അതിലെ പല സൈൻ വേവുകളുണ്ടാവും. പല സൈൻ വേവ് തമ്മിൽ ആഡ് ചെയ്ത് അതിൻ്റെ വാല്യൂ പല പല പാറ്റേണിലായിരിക്കും വരുന്നത്. അത് കോമ്പോസിറ്റ് പീരിയോഡിക് സിഗ്നൽ പഠിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വരാം. അപ്പോൾ പീരിയോഡിക് അനലോഗ് സിഗ്നലിൽ സിമ്പിൾ ആണെങ്കിൽ അതിന് ഏറ്റവും ക്ലാസിക് എക്സാമ്പിളാണ് സൈൻ വേവ് എന്ന് പറഞ്ഞു. സൈൻ വേവിനെ പറ്റി പറയാം. സൈൻ വേവ് ഈസ് ദ മോസ്റ്റ് ഫണ്ടമെൻ്റൽ ഫോം ഓഫ് പീരിയോഡിക് അനലോഗ് സിഗ്നൽ. പീരിയോഡിക് അനലോഗ് സിഗ്നലിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽ ഫോമാണ്. അപ്പോൾ അനലോഗ് സിഗ്നൽ ഞാൻ പറഞ്ഞു കണ്ടിന്യൂസ് ആണ്. പീരിയോഡിക് എന്ന് പറഞ്ഞാൽ അത് റിപ്പീറ്റ് ചെയ്യണം. സൈൻ വേവ് നിങ്ങൾക്കറിയാം, ഇത് രണ്ടും ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂസ് ആണ്, അത് റിപ്പീറ്റും ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂസ് വാല്യൂസ് ആണ്, ഡിസ്ക്രീറ്റ് വാല്യൂസ് അല്ല. ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ മേളിൽ വേറൊരു സ്ട്രെയിറ്റ് ലൈൻ, അങ്ങനെയല്ല സൈൻ വേവ് പോകുന്നത്. സൈൻ വേവ് കണ്ടിന്യൂസ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അനലോഗാണ്. അതുപോലെ തന്നെ അതൊരു പീരീഡ് കഴിയുമ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, വീണ്ടും അതേ പാറ്റേൺ തന്നെ വീണ്ടും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിന് എന്തു പറയും? പീരിയോഡിക് അനലോഗ് സിഗ്നൽ എന്ന് പറയും. സൈൻ വേവ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൈൻ വേവിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് 3 പാരാമീറ്റേഴ്സ് വേണം. ഒന്ന് പീക്ക് ആംപ്ലിറ്റ്യൂഡ്, രണ്ടാമത്തേത് ഫ്രീക്വൻസി, മൂന്നാമത്തേത് ഫേസ്. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു സൈൻ വേവിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതിൽ പീക്ക് ആംപ്ലിറ്റ്യൂഡ് എന്താണെന്നാണ് ആദ്യം പഠിക്കുന്നത്. പീക്ക് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻറ്റൻസിറ്റിയുടെ മാക്സിമം വാല്യൂ. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ കിട്ടുന്ന കറണ്ട് സപ്ലൈ ഉണ്ടല്ലോ, KSEBന്ന് കിട്ടുന്ന കറണ്ട് സപ്ലൈ എന്ന് പറയുന്ന ഒരു പീരിയോഡിക് അനലോഗ് സിഗ്നലാണ്. സൈൻ വേവ് പോലെയാണ് പോകുന്നത്. അതിലൊരു മാക്സിമം വോൾട്ടേജ് 240 വോൾട്ടേജ് ഉണ്ടാവും. അതായിരിക്കും ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതായത് മാക്സിമം കിട്ടുന്ന വോൾട്ടേജ് 240, അതിൽ നിന്ന് കുറഞ്ഞ് -240 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതാണ് പീക്ക് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. പീക്ക് ആംപ്ലിറ്റ്യൂഡ് ഓഫ് എ സിഗ്നൽ ഈസ് ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഇറ്റ് ഹയസ്റ്റ് ഇൻറ്റൻസിറ്റിയുടെ അബ്സല്യൂട്ട് വാല്യൂ. അതായത് അത് നെഗറ്റീവും പോസിറ്റീവും ആകാം. ആ സൈൻ നമ്മൾ അവോയ്ഡ് ചെയ്യും. നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് നമ്മൾ അവോയ്ഡ് ചെയ്യും. അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ, ഒരു നമ്പറിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ സൈൻ നമ്മൾ ഉപേക്ഷിച്ചിട്ട് അതിൻ്റെ വാല്യൂ മാത്രമേ പറയത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ +5 വോൾട്ട് ആവാം, ഇവിടെ വരുമ്പോൾ -5 വോൾട്ട് ആവാം. ആ മൈനസ് നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല, മൈനസിന് പകരം 5 എന്ന് മാത്രമേ പറയത്തുള്ളൂ. അപ്പോൾ പീക്ക് ആംപ്ലിറ്റ്യൂഡ് ഓഫ് എ സിഗ്നൽ ഈസ് ദ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ സൈൻ ഇല്ലാത്ത വാല്യൂ ഓഫ് ഇറ്റ്സ് ഹയസ്റ്റ് ഇൻറ്റൻസിറ്റി. അതിൻ്റെ ഹയസ്റ്റ് ഇൻറ്റൻസിറ്റി ഉള്ള സ്ഥലത്തെ ഇൻറ്റൻസിറ്റിയുടെ അബ്സല്യൂട്ട് വാല്യൂ ആണ് പീക്ക് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ എനർജി ഇറ്റ് ക്യാരീസ്. ഈ ഇൻറ്റൻസിറ്റിയോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും അതിനകത്തുള്ള എനർജി എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ +2 ഫിസിക്സ് പഠിച്ചിട്ടുള്ളവർ പഠിച്ചിട്ടുണ്ടാവും. ഇൻറ്റൻസിറ്റി ഈസ് എനർജി പ്രൊപ്പോർഷണൽ ടു പീക്ക് ആംപ്ലിറ്റ്യൂഡ് ആണെന്നുള്ളതിൻ്റെ ഡെറിവേഷനൊക്കെ +2 ഫിസിക്സ് പഠിച്ചവർ പഠിച്ചിട്ടുണ്ടാവും. ജസ്റ്റ് ഇൻഫർമേഷൻ വേണ്ടിയിട്ട് പഠിച്ചതേ ഉള്ളൂ. അത് നമുക്കിവിടെ പഠിക്കേണ്ട കാര്യമില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഫോർ ഇലക്ട്രിക് സിഗ്നൽ പീക്ക് ആംപ്ലിറ്റ്യൂഡ് ഈസ് യൂഷ്വലി മെഷേർഡ് ഇൻ വോൾട്ട്സ്. ഞാൻ പറഞ്ഞില്ല 240 വോൾട്ട്, 5 വോൾട്ട്, 10 വോൾട്ട് എന്നൊക്കെ പറഞ്ഞ് വോൾട്ടിലായിരിക്കും ഇലക്ട്രിക് സിഗ്നൽ മെഷർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വരുന്ന കറണ്ട് അതിൽ 240 വോൾട്ട് ആയിരിക്കും അതിൻ്റെ മാക്സിമം പീക്ക് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഈ 2 സിഗ്നൽ കണ്ടു കഴിഞ്ഞാൽ ഈ 2 സിഗ്നലിന് നമുക്കപ്പം ഒരു സിഗ്നലിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് 3 കാര്യങ്ങളാണ് വേണ്ടിയെന്ന് പറഞ്ഞു. ഒന്നാമത്തേതാണ് ആംപ്ലിറ്റ്യൂഡ്, പീക്ക് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്ന വാല്യൂ. രണ്ടാമത്തേത് ഫ്രീക്വൻസി, മൂന്നാമത്തേത് ഫേസ്. അതിൽ ഈ സിഗ്നലിൽ ഇതിൻ്റെ ഫേസ്, 2 സിഗ്നലിൻ്റെയും ഫേസ് ഒന്നാണ്, 2 സിഗ്നലിൻ്റെയും ഫ്രീക്വൻസിയും ഒന്നാണ്. പക്ഷേ പീക്ക് ആംപ്ലിറ്റ്യൂഡിൽ വ്യത്യാസമുണ്ട്. 2 സിഗ്നൽ നിങ്ങൾക്ക് കമ്പാരിസന് വേണ്ടി ഇത് തന്നേക്കുവാണ്. ഇതിൻ്റെ പീക്ക് ആംപ്ലിറ്റ്യൂഡ് കൂടുതലാണ്, ഇതിൻ്റെ പീക്ക് ആംപ്ലിറ്റ്യൂഡ് കുറവാണ്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് വെച്ചിട്ട് നമുക്ക് സൈൻ വേവിനെ പറയാൻ പറ്റും. ആംപ്ലിറ്റ്യൂഡ് മാത്രം വെച്ചിട്ട് പറയാൻ പറ്റത്തില്ല, ഫ്രീക്വൻസിയും വേണം. പീരിയഡ് ആൻഡ് ഫ്രീക്വൻസി 2 കാര്യങ്ങളുണ്ട്. ഫ്രീക്വൻസി രണ്ടും കണക്റ്റഡ് ആണ്. അപ്പോൾ രണ്ടാമത്തെ ടേം, നമ്മളൊരു സിഗ്നലിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് വേണ്ടിയ രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണെന്ന് നമ്മൾ പറഞ്ഞു. ഫ്രീക്വൻസി ആണെങ്കിൽ ആ ഫ്രീക്വൻസി എന്ന് പറയുന്നത് പീരിയഡിനോടും റിലേറ്റഡ് ആണ്. അതുകൊണ്ടാണ് രണ്ടും കൂടെ ഒന്നിച്ച് പറഞ്ഞേക്കുന്നത്. ഫ്രീക്വൻസി മതി. ഫ്രീക്വൻസി അറിയാമെങ്കിൽ നമുക്ക് പീരിയഡ് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് ഏതെങ്കിലും ഒരെണ്ണം മതി.
പീരിയഡ് റെഫേഴ്സ് ടു ദ എമൗണ്ട് ഓഫ് ടൈം ഇൻ സെക്കൻഡ്സ് എ സിഗ്നൽ നീഡ്സ് ടു കംപ്ലീറ്റ് വൺ സൈക്കിൾ. ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്ര സമയം വേണം എന്നുള്ളതാണ് പീരിയഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞു ഒരു സിഗ്നൽ ഒരു സെക്കൻഡിൽ ഒരു പ്രാവശ്യം വെച്ച് റിപ്പീറ്റ് ചെയ്യുമെങ്കിൽ അതിൻ്റെ പീരിയഡ് എന്ന് പറയുന്നത് 1 സെക്കൻഡ് എന്ന് പറയുമെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ ഇപ്പം 2 സെക്കൻഡ് കഴിയുമ്പോഴാണ് റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പീരീഡ് 2 സെക്കൻഡ്. ഇപ്പം നമ്മുടെ ഒരു ഇത് ടൈം ടേബിൾ പറഞ്ഞത് ഒരാഴ്ച കഴിയുമ്പോഴാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് ഒരാഴ്ച എന്ന് നമുക്ക് പറയാൻ പറ്റും. 1 വീക്കാണ് അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ അപ്പോൾ ഇപ്പോൾ വരാം. അപ്പോൾ പീരീഡ് എന്ന് പറയുന്നത് ടൈമാണ്, ഇൻ സെക്കൻഡ്സിലാണ് അത് പറയുന്നത്. അപ്പോൾ ഒരു കംപ്ലീറ്റ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുക. അതായത് ഈ വേവ് നോക്കുകയാണെങ്കിൽ ഈ വേവ് ഇവിടെ തുടങ്ങി ഇവിടെ വരെ എത്താനായിട്ട് എത്ര സമയമെടുക്കും എന്നുള്ളതാണ് ഒരു പീരീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഫ്രീക്വൻസി എന്ന് പറയുന്നൊരു അതുണ്ട്, അത് രണ്ടും റിലേറ്റഡ് ആണ്. ഫ്രീക്വൻസി റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് പീരിയഡ്സ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഇത് എത്ര തവണ റിപ്പീറ്റ് ചെയ്യും. ഇപ്പം ഞാൻ പറയുകയാണ്, ഇത് ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇവിടെ വരെ എത്താനായിട്ട് 1 സെക്കൻഡാണ് എടുക്കുന്നതെന്ന് ഞാൻ പറയാം. അല്ല, ഇവിടെ വരെ എത്താനായിട്ട് 1 സെക്കൻഡാണ് എടുക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടെ വരെ ട്രാവൽ ചെയ്യാനായിട്ട് 1 സെക്കൻഡേ എടുത്തുള്ളൂ. അപ്പോൾ 1 സെക്കൻഡിൽ ഇതിനകത്ത് എത്ര സൈക്കിൾ വന്നു? 2 സൈക്കിൾ വന്നു. ഇവിടം തൊട്ട് ഇവിടെ വരെ 1 സൈക്കിളുണ്ട്, അത് കഴിഞ്ഞിട്ട് ഇവിടം തൊട്ട് ഇവിടെ വരെ രണ്ടാമത്തെ സൈക്കിളുണ്ട്. അപ്പോൾ ഒരു സൈക്കിളിൽ ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾസ് വരുന്നുണ്ട്, അതായത് എത്ര ടൈം സിഗ്നൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഫ്രീക്വൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പീരീഡും ഫ്രീക്വൻസിയും ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ്. മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾക്ക്? ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും പറയാം. ഹലോ, ഫ്രീക്വൻസി പറയുന്നത് പെർ സെക്കൻഡ് ആണ്. അതായത് എത്ര ടൈംസ്, ഇപ്പോൾ 2 ടൈംസ് പെർ സെക്കൻഡ്, അല്ലെ 3 ടൈംസ് പെർ സെക്കൻഡ്, അല്ലെ 1 ടൈം പെർ സെക്കൻഡ്, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഹാഫ് സൈക്കിൾ പെർ സെക്കൻഡ് അങ്ങനെയൊക്കെ പറയും. അതിൻ്റെ യൂണിറ്റ് പെർ സെക്കൻഡ് ആണ്. അതിന് പറയുന്നത് ഹേർട്സ് എന്നാണ് അതിന് പറയുന്നത്. ഹേർട്സ് എന്ന് പറഞ്ഞാൽ പെർ സെക്കൻഡ് ആണ്. ഒരു സെക്കൻഡിൽ എത്ര തവണ വരുമെന്നാണ് അതിൻ്റെ വാല്യൂ. ഫ്രീക്വൻസി ആൻഡ് പീരിയഡ് ആർ ദ ഇൻവേഴ്സ് ഓഫ് ഈച്ച് അതർ. ഫ്രീക്വൻസിയും പീരീഡും ഒന്ന് മറ്റൊന്നിൻ്റെ ഇൻവേഴ്സ് ആണ്. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/t, t ഈസ് ഈക്വൽ ടു 1/f. അതാണ് ഞാൻ പറഞ്ഞത്. ഈ സിഗ്നൽ ഇവിടെ തൊട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ ഒരു സൈക്കിൾ പൂർത്തിയായി. വീണ്ടും ഇങ്ങനെ വന്ന് വീണ്ടും ഇവിടെ എത്തുമ്പോഴത്തേക്കും വീണ്ടും അടുത്ത സൈക്കിൾ പൂർത്തിയായി ആയല്ലോ. അപ്പോൾ എന്താണ്, ഇവിടെ വരെ 1 സെക്കൻഡ് ടൈമാണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്രയാണ്? 1 സെക്കൻഡിൽ എത്ര തവണ റിപ്പീറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രീക്വൻസി എന്താണ്? ഫ്രീക്വൻസി 2 ആണ്. ആണല്ലോ അല്ലേ? ഫ്രീക്വൻസി 2 ആണ്. അങ്ങനെയാണെങ്കിൽ പീരീഡ് എത്രയാണെന്ന് ചോദിച്ചാൽ എത്ര പറയും? പീരീഡ് എന്ന് പറഞ്ഞാൽ 1/, ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസി 2 ആണ്. അപ്പോൾ 1/, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1/2 എന്ന് പറഞ്ഞാൽ 0.5 സെക്കൻഡാണ്. അപ്പോൾ 0.5 സെക്കൻഡാണ് അതിൻ്റെ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടം തൊട്ട് ഇവിടെ വരെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് പീരീഡ് എന്ന് പറയുന്നത്. ഇവിടം തൊട്ട് ഇവിടെ വരെ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം എടുക്കും? അര സെക്കൻഡല്ലേ എടുക്കുകയുള്ളൂ. കാരണം 2 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 1 സെക്കൻഡേ എടുക്കുന്നുള്ളൂ. അപ്പോൾ 1 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ അര സെക്കൻഡേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/, ടൈം പീരീഡ് എന്നുള്ള കൺസെപ്റ്റ് ശരിയല്ലേ? അല്ലെങ്കിൽ തിരിച്ചു എഴുതാം, ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 1/, ഫ്രീക്വൻസി എന്ന് എഴുതാം. ക്ലിയർ ആണോ? ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ്. നിങ്ങളോട് എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതൊന്ന് ജസ്റ്റ് നോക്കി വെച്ചോളുക. പീരീഡ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എപ്പോഴും ടൈമിലാണ്, സെക്കൻഡ്സിലാണ് പറയുന്നത്. നമ്മൾ സാധാരണ ഇപ്പോൾ പറഞ്ഞ പോലെ 1 വീക്ക്, 2 വീക്ക്, 3 വീക്ക്, 4 വീക്ക് അല്ലെങ്കിൽ 1 മാസം എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ്സിലാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ സെക്കൻഡ്സിന് പല യൂണിറ്റുകൾ വരും. എന്ന് പറഞ്ഞാൽ ഇതെപ്പോഴും പീരീഡ് എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ, അതായത് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയമാണ് ഒരു പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധാരണ 1 സെക്കൻഡിൽ താഴെയേ ഉള്ളൂ മിക്ക സിഗ്നൽസും എടുക്കുകയുള്ളൂ. നമ്മൾ കമ്മ്യൂണിക്കേഷന് യൂസ് ചെയ്യുന്ന സിഗ്നൽസ് എല്ലാം അതായത് 1 സെക്കൻഡിൽ തന്നെ ഒത്തിരി തവണയൊക്കെ പോകുന്നുണ്ടാവും. അപ്പോൾ അതിൽ വളരെ കുറവ് സമയം എടുക്കുകയുള്ളൂ. അപ്പം നമുക്ക് സെക്കൻഡ്സിൻ്റെ താന്ന യൂണിറ്റുകളായിരിക്കും പീരീഡ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയത്. പീരീഡ് 1 സെക്കൻഡിൽ കുറവായിരിക്കും. അപ്പോൾ താന്ന യൂണിറ്റുകളായ മില്ലി സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 10⁻³ ആണ്. മൈക്രോ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 10⁻6 സെക്കൻഡാണ്. നാനോ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 10⁻9 ആണ്. പൈക്കോ എന്ന് പറഞ്ഞാൽ 10⁻12 ആണ്.
ഈ വാല്യൂകളെല്ലാം നിങ്ങൾ ഓർത്തിരിക്കുക. സെക്കൻഡ്സ് ഓർത്തിരുന്നില്ലെങ്കിലും കുഴപ്പമില്ല. മില്ലി എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിപ്പം സെക്കൻഡ് ആയിക്കോട്ടെ, വേറെ മീറ്റർ ആയിക്കോട്ടെ, വേറെ എന്തിൻ്റെ യൂണിറ്റ് ആയിക്കോട്ടെ, മില്ലി ഫാരഡ് എന്നൊക്കെ കേട്ടില്ലേ, കപ്പാസിറ്റൻസ് ഒക്കെ പറയുമ്പോൾ മില്ലി ഫാരഡായി പറയും. മില്ലി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇൻറ്റു 10⁻³ എന്നാണ്. മൈക്രോ എന്ന് പറഞ്ഞാൽ 10⁻⁻6 എന്നാണ്. നാനോ എന്ന് പറഞ്ഞാൽ 10⁻⁹ എന്നാണ്. പൈക്കോ എന്ന് പറഞ്ഞാൽ 10⁻12 ആണ്. ഇത് PSCക്ക് ചോദിക്കുന്നതാണ് കേട്ടോ. PSCക്ക് ചോദിക്കാറുണ്ട് നാനോ സെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 10⁻⁹ ആണോ, 10⁻10 ആണോ, 10⁻12 ആണോ എന്നൊക്കെ പറഞ്ഞ് ഓപ്ഷൻസ് വരും. അങ്ങനെ ചോദിക്കാറുണ്ട്. അതുപോലെ ഫ്രീക്വൻസിയുടെ കേസ് പറഞ്ഞാൽ ഫ്രീക്വൻസി ഒരു സെക്കൻഡിൽ എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നതാണ്, പെർ സെക്കൻഡ് എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന സിഗ്നൽസ് ഒരു സെക്കൻഡിൽ ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഫ്രീക്വൻസിക്ക് നമുക്ക് ഹയർ യൂണിറ്റ്സ് ആണ് വേണ്ടിയത്. അപ്പോൾ കിലോ ഹേർട്സ് എന്നൊക്കെ പറയാം. ഒരു സെക്കൻഡ് സാധാരണ 1000 തവണയൊക്കെ ഈ സിഗ്നൽ റീപ്രസെൻറ്റ് ചെയ്യും. ഒരു സെക്കൻഡ് സമയം നമ്മൾ കൊടുത്താൽ സിഗ്നൽ ഇങ്ങനെ 1000 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1000 കിലോ ഹേർട്സ് എന്ന് പറയും. മെഗാ ഹേർട്സ് എന്ന് പറഞ്ഞാൽ 10⁻6 ഹേർട്സ് ആണ്. ഗീഗ എന്ന് പറഞ്ഞാൽ 10⁻9 ആണ്. ടെറ എന്ന് പറഞ്ഞാൽ 10⁻12 ആണ്. മെഗാബൈറ്റ്, ഗീഗാബൈറ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? 12 GB, 400 GB എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? GB എന്ന് കേട്ടിട്ടില്ലേ? അത് ഗീഗാബൈറ്റ്സ് ആണ്. അപ്പോൾ കിലോ എന്ന് പറഞ്ഞാൽ 10⁻3 ആണ്. മെഗാ എന്ന് പറഞ്ഞാൽ 10⁻6 ആണ്. ഗീഗ എന്ന് പറഞ്ഞാൽ 10⁻9 ആണ്. 10⁻⁻9 എന്ന് പറഞ്ഞാൽ നാനോയാണ്. അതുപോലെ പൈക്കോ 10⁻⁻12 ആണ്. ടെറ എന്ന് പറഞ്ഞാൽ 10⁻12 ആണ്. ഈ വാല്യൂസ് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കൊണ്ട് ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.